കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ക്വാർട്ടറിലെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ വളരുക എന്നുള്ള പ്രാവർത്തിക പാഠത്തിൽ നാം ഓരോരുത്തരും ഈ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടുന്നതായ മാർഗം എപ്രകാരമാണ്, ക്രിസ്തു യേശുവിലുള്ളതായ പ്രത്യാശ നമുക്ക് എത്രമാത്രം വലുതാണ് എന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളോടൊപ്പം പഠിക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളേവരെയും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ ഒരു പുതിയ പാഠപുസ്തകമാണ് പഠിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. ദൈവവുമായുള്ള ബന്ധത്തിൽ വളരുക എന്നുള്ളതായ ഈ പാഠം നാം ഈ ക്വാർട്ടർ മുഴുവനായും ചർച്ച ചെയ്യും. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് യഥാർത്ഥ സ്ഥിതി പരിശോധിക്കുക എന്നുള്ളതായ ഒന്നാമത്തെ പാഠമാണ്. ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് രണ്ട് പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളേവരെയും ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ രാജു ഇന്ന് ഞങ്ങളോടൊപ്പം ഈ സാബത്ത് സ്കൂൾ ചർച്ചയിലേക്ക് കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പാസ്റ്റർ മഹേഷ്, പാസ്റ്ററിൻ്റെ ഡോക്ടറേറ്റ് കിട്ടിയതിന് ശേഷമുള്ളതായ ഒരു ആദ്യത്തെ ചർച്ചയാണ്. ഡോക്ടർ മഹേഷിനെയും ദൈവനാമത്തിൽ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ക്വാർട്ടറിൽ നാം പഠിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ ആത്മീയ ബന്ധം ക്രിസ്തുവുമായി എപ്രകാരമാണ് എന്നുള്ളതിനെ തുലനം ചെയ്യുന്നതിന് വേണ്ടിയാണ്. പ്രത്യേകിച്ച് ഇന്ന് ജീവിക്കുന്നതായ ദൈവമക്കൾ എന്ന് അവകാശപ്പെടുന്നവരുടെ ആത്മീക നിലവാരം എപ്രകാരമാണ് എന്ന് ഒരു ആത്മപരിശോധന നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പാഠം കൂടിയാണ് ഈ ക്വാർട്ടറിൽ നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളതായ ഒന്നാമത്തെ പാഠം യഥാർത്ഥ സ്ഥിതി പരിശോധിക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നില എപ്രകാരമാണ് എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. അതിന് മനഃപ്പാഠവാക്യമായി നമുക്ക് നൽകിയിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യമാണ്. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹത്തിൽ വസിപ്പൻ. പാസ്റ്റർ മഹേഷ്, കർത്താവ് യേശു ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളത് വളരെ പ്രകടമായ ഒരു കാര്യമാണ്. കാരണം ദൈവത്തിൻ്റെ വചനം നാം പരിശോധിക്കുമ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് അതിൻ്റെ ഓരോ വരികളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ ചില വാക്യങ്ങളിൽ ശരിക്കും ദൈവമക്കളുടെ അവസ്ഥ എന്താണ് എന്ന് അവിടെ വിവരിച്ചിരിക്കുന്നു. എന്താണ് ദൈവത്തിൻ്റെ വചനത്തിന് നമ്മോട് പറയാനുള്ളത്? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം മുതൽ നമ്മൾ നോക്കുമ്പോൾ ലവോദിക്ക സഭയെക്കുറിച്ച്, അന്ത്യനാളിലെ ദൈവത്തിൻ്റെ സഭയെക്കുറിച്ച് അവിടെ വെളിപാടുകാരനായ യോഹന്നാൻ തൻ്റെ ദർശനത്തിൽ കാണുമ്പോൾ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത് സഭയുടെ അവസ്ഥ, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, നീ ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്നും ഉമിണ്ണു കളഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അന്ത്യനാളിലെ സഭയുടെ അല്ലെങ്കിൽ സഭാവിശ്വാസികളുടെ അവസ്ഥയെക്കുറിച്ച് വെളിപാടുകാരനായ യോഹന്നാനിലൂടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നത് ഒരു ലൂക്ക് വാം വാട്ടറിൻ്റേതായിട്ടുള്ള അനുഭവം, അല്ലെങ്കിൽ തീഷ്ണതയില്ലാത്തതായിട്ടുള്ള, എന്നാൽ ഒരു തണുത്ത അവസ്ഥയുമല്ല, എന്നാൽ ചൂടുള്ളതായിട്ടുള്ളൊരു അവസ്ഥയുമല്ല, ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് നിലനിൽക്കുന്നതായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് അന്ത്യനാളുകളിലെ സഭയിലെ ജനങ്ങളായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതോടൊപ്പം പറയുന്നു, നീ നിർഭാഗ്യവാൻ, നീ അരിഷ്ടൻ, അങ്ങനെയൊക്കെയും പറയുന്നത്. അതുപോലെ നിനക്ക് കണ്ണ് ഉണ്ടെങ്കിലും നീ കുരുടനായിരിക്കുന്നു, അതുപോലെ തന്നെ നീ ധനവാൻ എന്ന് പറയുന്നു, എന്നാൽ ധനമില്ലാത്തതായിട്ടുള്ള അവസ്ഥ. അതായത് ഒരു ആത്മീകമായിട്ട് ഒരു തണുത്ത അവസ്ഥയുമല്ല, ചൂട് പിടിച്ചതായിട്ടുള്ള അവസ്ഥയുമല്ല, ഇതിൻ്റെ മധ്യത്തിൽ ഒരു പുറം പൂശൽ മാത്രമേ ഉള്ളൂ, അകമേ ഒന്നുമില്ല. അതെ, അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കും അന്ത്യനാളിലെ സഭ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പാസ്റ്റർ രാജു, ദൈവത്തിൻ്റെ വചനത്തിൽ പ്രത്യേകിച്ച് നമുക്ക് പഠിക്കാനുള്ളതായ പാഠത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഒരു സഭക്കാരെ വിളിക്കുന്നത് ഹാ മന്ദബുദ്ധികളെ എന്നാണ്. എന്തുകൊണ്ടാണ് ഈ ക്രൈസ്തവരെ ഇപ്രകാരം വിളിക്കുവാൻ ഇടയായത്? ക്രിസ്തുവിന് നമ്മോട് പറയാനുള്ളത് എന്താണ്? നമ്മൾ വാസ്തവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാസ്റ്റർ ആദ്യം പ്രതിപാദിച്ചതുപോലെ തന്നെ അന്ത്യകാല സഭ ദൈവത്തിൻ്റെ സഭയാകുന്നു എന്ന് വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ വഴിയിൽ ജീവിക്കേണ്ടതാകുന്നു, ദൈവകൽപ്പന അനുസരിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാകുന്നു, അവരാത്മീയമായി ഉണർവുള്ളവരായിരിക്കണം എന്ന് അനുശാസിക്കുമ്പോൾ ഇവിടെ നാം കാണുന്നത് ഈ കാലത്തിൻ്റെ അന്ത്യത്തിൽ ജീവിക്കുന്ന ജനം ദൈവത്തെ അത്രമാത്രം ഉൾക്കൊള്ളേണ്ടതായ ആവശ്യമില്ല. അവർ തിരക്കുകൾക്ക് അനുസരിച്ച് ജീവിക്കുന്നവരാണ്.
അവർക്ക് സാമ്പത്തികമായ ഭദ്രതയുണ്ട്. അങ്ങനെ ലൗകികമായിട്ട് നാം നോക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്നൊക്കെയും തങ്ങൾക്ക് എല്ലാം ഉണ്ട് എന്നുള്ളൊരു തോന്നൽ, അത് ആത്മീയ ഗോളത്തിൽ ഒരിക്കലും ശരിയായൊരു നിലപാടല്ല. കാരണം നാം ദൈവമക്കളായി വിളിക്കപ്പെട്ടവരാകുന്നു, ദൈവത്തിൻ്റെ സഭയുടെ പ്രതിനിധികളാകുന്നു, ദൈവത്തിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടേണ്ടവരാകുന്നു. ആ ഒരു പ്രക്രിയയിൽ നാം പങ്കാളികളായി തീരുമ്പോൾ നമ്മളെന്ത് ചെയ്യണം? എല്ലാ കാര്യങ്ങളിലും നാം എപ്പോഴും ജാഗരൂകരായിട്ടിരുന്നു കൊണ്ട് പ്രവർത്തിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങളൊക്കെയും എങ്ങനെയുള്ളവരാണ്? മന്ദബുദ്ധികളെ പോലായി തീർന്നിരിക്കുകയാണ്. ദൈവം നിങ്ങളെ നിയോഗിച്ചതായ ആ വിളിക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. യേശുക്രിസ്തുവും ഈ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ സഭകൾക്ക് ഉള്ളതായ ദൂത് കൊടുക്കുമ്പോൾ ലവോദിക്ക സഭയോട് പറയുന്നത്, നിങ്ങൾ എന്നിൽ നിന്ന് ബുദ്ധി പഠിക്കുവിൻ എന്നാണ് പറയുന്നത്. പാസ്റ്റർ മഹേഷ്, കർത്താവായ യേശുക്രിസ്തു ഇവിടെ ലവോദിക്ക സഭയോട് പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് വിലയ്ക്ക് വാങ്ങുക. എന്താണ് നാം വിലയ്ക്ക് വാങ്ങേണ്ടത്? എങ്ങനെയാണ് നമുക്ക് ക്രിസ്തുവിനെ തന്നെ വിലയ്ക്ക് വാങ്ങുവാൻ കഴിയുന്നത്? ഇവിടെ കർത്താവായ യേശു ക്രിസ്തു അവരോട് പറയുന്നു, നീ എന്നിൽ നിന്നും വിലയ്ക്ക് വാങ്ങണമെന്ന്. കാരണം ആ സഭയുടേതായിട്ടുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ സഭ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പുറമൂടി നിൽക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മുന്നമേ നമ്മെ വീണ്ടെടുത്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ക്രിസ്തു നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. പക്ഷേ നമുക്ക് ക്രിസ്തുവിലായി തീരണമെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ വിലയ്ക്ക് വാങ്ങുന്നതിന് അവിടെ ചില കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, കണ്ണിൽ എഴുതുവാൻ ലേപവും, അതുപോലെ തന്നെ നീ നഗ്നനായിരിക്കുന്നു, നിനക്ക് ഞാൻ വസ്ത്രമൊക്കെയും നൽകുമെന്ന് കർത്താവ് യേശു ക്രിസ്തു അവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇത് നമുക്ക് ക്രിസ്തുവിൽ നിന്നും പ്രാപിക്കുവാൻ സാധിക്കുന്നത് നമ്മൾ ക്രിസ്തുവുമായിട്ടൊരു ചേർന്നുള്ള വളർച്ച, അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ വളരുന്നു എങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ക്രിസ്തുവിനോടൊപ്പമായിരിക്കുന്നു എങ്കിൽ മാത്രമേ നമുക്ക് അപ്രകാരം ക്രിസ്തുവിനെ വിലയ്ക്ക് വാങ്ങുവാൻ സാധിക്കുകയുള്ളൂ. കർത്താവ് യേശു ക്രിസ്തുവിനെ വിലയ്ക്ക് വാങ്ങുക എന്ന് പറയുന്നത്, നാം വാസ്തവമായി ക്രിസ്തുവിനെ നേടേണ്ടതിന് നമ്മിൽ ഉള്ളതായ പലതും വിട്ടുകളയേണ്ടതും ത്യജിക്കേണ്ടതുമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കൊരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം നാം ഈ പാഠപുസ്തകം വീണ്ടും ചർച്ച ചെയ്യുന്നതായിരിക്കും. ഞങ്ങളോടൊപ്പമായിരിക്കുക. ഗോഡ് ബ്ലെസ് യു. പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ രാജു, ലവോദിക്ക സഭയോട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ചാണ് നാം ഒടുവിൽ ചർച്ച ചെയ്തത്. കർത്താവായ യേശു ക്രിസ്തു ഈ സഭയോട് എപ്രകാരമാണ് ഇടപെടുന്നത് എന്നും യേശു തൻ്റെ മക്കളെ എന്തുകൊണ്ടാണ് ശാസിക്കുന്നത് എന്നും ഈ പാഠപുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് യേശു ഈ കാലഘട്ടത്തിലുള്ള, പ്രത്യേകിച്ച് സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റുകാരെന്ന് അഭിമാനം കൊള്ളുന്നതായ നമ്മെ ദൈവമക്കളാണ് എന്ന് കരുതുകയും ആ ദൈവമക്കളാകുന്ന നമ്മെ ശാസിക്കുകയും ചെയ്യുന്നത്? തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഒന്ന്, നാം ദൈവമക്കളാണ് എന്ന് പറയുമ്പോഴും നമ്മുടെ വിശ്വാസമില്ലായ്മ അതിൻ്റെ അകത്ത് വലിയൊരു പ്രാധാന്യമാണ്. കാരണം നാം ദൈവത്താൽ വിളിക്കപ്പെട്ടവരായിരിക്കുമ്പോൾ തന്നെ നാം അതിൻ്റേതായ ഒരു തീഷ്ണത നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് കാണിക്കുവാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ദൗത്യവാഹകരാണ് നമ്മൾ ഓരോരുത്തരും. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം അത് ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ ദൗത്യവാഹകരായി തീരുന്നില്ല. നാം എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ആത്മീയരാണ് എന്ന് പൊതുവെ നാം നടിച്ചുകൊണ്ട് നാം ദൈവാലയത്തിൽ കടന്നു പോകുക, ആരാധനയിൽ പങ്കാളികളാകുക, ദൈവത്തിൻ്റെ നാമത്തിൽ കാണിക്കകളെ കൊടുക്കുക, അല്ലെങ്കിൽ തയ്ത്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പ്രവർത്തിക്കുവാനില്ല എന്നുള്ളൊരു ചിന്തയാണ്. എന്നാൽ മറിച്ചാണ് നാം ചെയ്യേണ്ടത്. നാം എന്താണ്, ആത്മീകമായുള്ള പക്വതയില്ലായ്മ മനസ്സിലാക്കിക്കൊണ്ട് നാം പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ വേലയ്ക്കായി നിയോഗിക്കപ്പെട്ടവരാണ്, എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള ചിന്തയോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ ഈ ദൗത്യം നമുക്ക് പൂർത്തീകരിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, നമ്മളെ ശാസിക്കുന്ന പല സമയങ്ങളിലും. ഈ ശാസന എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ മുമ്പേ പാസ്റ്റർ പ്രതിപാദിച്ചതുപോലെ തന്നെ, നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിന് ലേപം വേണം, നിങ്ങൾക്ക് നീതിയുടെ വസ്ത്രം വേണം, നിങ്ങളുടെ കാഴ്ച എപ്പോഴും നേരായിത്തീരുവാൻ, കണ്ണിൽ എഴുതുവാൻ ലേപം വേണമെന്നൊക്കെയും പറയുന്നത് നമ്മുടെ പ്രവൃത്തികളിൽ വരുത്തേണ്ട മാറ്റത്തെയാണ് പ്രത്യേകമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. പാസ്റ്റർ മഹേഷ്, കർത്താവ് യേശു ക്രിസ്തു സ്നേഹിക്കുന്നതായ തൻ്റെ മക്കളെ ശാസിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അടിവരയിട്ട് പറയേണ്ടതായ ഒരു കാര്യം.
അതുപോലെ തന്നെ ഈ ഭാഗത്ത് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എന്തിനാണ് യേശു ക്രിസ്തു ഇങ്ങനെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നത്? ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്നാണ് തിരുവചനം പറയുന്നത്. അപ്പോൾ ദൈവം നമ്മോടുകൂടെ അത്താഴം കഴിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം കാത്തിരിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. കാരണം കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ നിന്നും പോകുന്നതിന് മുമ്പ് അന്ത്യ അത്താഴത്തിൻ്റെ സമയത്ത് കർത്താവ് യേശുക്രിസ്തു ഇപ്രകാരം പറയുകയുണ്ടായി, ഇനി ഞാൻ നിങ്ങളോട് കൂടെ ദൈവത്തിൻ്റെ രാജ്യത്തിൽ ഇരിക്കുന്ന സമയം വരെ ഈ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്നും ഞാൻ ഇനി കുടിക്കുകയില്ല എന്ന് ക്രിസ്തു പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കാത്തിരിക്കുന്നു ആ അന്ത്യ അത്താഴം, അല്ലെങ്കിൽ ആ ക്രിസ്തുവിനോടൊപ്പം അല്ലെങ്കിൽ ക്രിസ്തു നമ്മോടൊപ്പം അത്താഴം കഴിക്കുവാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. അതിനു വേണ്ടി നമുക്കറിയാം, മുൻകാലങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ഈ കൊടുക്കൽ വാങ്ങൽ അല്ലെങ്കിൽ അതൊരു ബാർട്ടർ സമ്പ്രദായമായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നു. ആ സ്നേഹം നമ്മൾ തിരികെ പ്രകടിപ്പിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതായിട്ടുള്ള ചില കാര്യങ്ങളെ വിട്ടുകളഞ്ഞുകൊണ്ട് നമ്മൾ ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുമ്പോഴാണ് നമുക്കത് സാധ്യമാവുന്നത്. അപ്പോൾ ക്രിസ്തു ഇന്ന് വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന് നമ്മുടെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യുവാൻ സാധിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ക്രിസ്തുവിൻ്റെ ഹിതപ്രകാരം ക്രിസ്തുവിൻ്റെ ഇഷ്ടം ചെയ്യുമ്പോൾ നമുക്ക് ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുവാനും സാധിക്കും. അതോടൊപ്പം നമുക്ക് ക്രിസ്തുവിനോടൊപ്പം ആ അത്താഴത്തിൽ പങ്കുചേരുവാനും സാധിക്കും. പാസ്റ്റർ, കർത്താവ് യേശു ക്രിസ്തു തൻ്റെ വിരുന്ന് സൽക്കാരത്തിലേക്ക് അത്താഴത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഈ അത്താഴത്തിലേക്ക് വിളിച്ചിരിക്കുന്നതായ നമ്മെ ദൈവം അത്താഴം മാത്രമല്ല, വേദപുസ്തകം പറയുന്നത് ജയിക്കുന്നവന് ഞാൻ മറ്റു പല കാര്യങ്ങളും തരും എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വാഗ്ദത്തം നൽകുന്നത്? ജയിക്കുന്നവന് ഞാൻ ഇന്നത് നൽകും എന്ന് പറയാൻ കാരണം? തീർച്ചയായിട്ടും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ മക്കളായി നാം ഓരോരുത്തരും ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവം ഒരുക്കുന്ന ആ നിത്യരാജ്യത്തിന് അവകാശിയായി തീരുക എന്നുള്ളതാണ്. വേദപുസ്തകം പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. വെളിപ്പാട് പുസ്തകം 3:21 വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാൻ ജയിച്ച് എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ. അതായത് ക്രിസ്തു എപ്രകാരമാണോ ഇപ്പോൾ താൻ ആയിരിക്കുന്നത് അതേ ഒരു അവസ്ഥയിലേക്ക് നമുക്കും ദൈവത്തോടൊപ്പം ഇരിപ്പാൻ, ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഒരു അവസരം നൽകും. ആ അവസരത്തോടൊപ്പം തന്നെ എന്താണെന്ന് അറിയാമോ? നമ്മൾ ചുമ്മാ പോയിരിക്കുക എന്നുള്ളതല്ല, നമുക്ക് ജീവകിരീടം കൂടി നൽകുന്ന ഒരു അനുഭവമുണ്ട്. അപ്പോൾ നാം തീർച്ചയായിട്ടും വിജയശ്രീലാളിതരായിട്ട് ദൈവത്തോടൊപ്പം വസിക്കുകയും അവനോടൊപ്പം ജീവകിരീടം പ്രാപിച്ചുകൊണ്ട് ജീവിപ്പാൻ അവസരം നൽകുകയെന്നാണ് വേദപുസ്തകം പ്രതിപാദിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ പങ്കുചേരുക, കർത്താവ് യേശു ക്രിസ്തുവിനോടൊപ്പം ആ പദവി പങ്കിടുക, ഇത് സാധാരണഗതിയിൽ നമുക്ക് ചിന്തിക്കാൻ തക്കവണ്ണം കഴിയുന്നതായ ഒരു വസ്തുതയല്ല. പക്ഷേ കർത്താവ് പറയുന്നു, ജയിക്കുന്നവന് ഞാൻ എൻ്റെ സിംഹാസനത്തിൽ ഓഹരി നൽകും എന്നുള്ളതാണ്. അത് നമുക്ക് അവിശ്വസിക്കേണ്ടതായ കാര്യമില്ല. കാരണം കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞതൊക്കെയും ചെയ്തിട്ടുണ്ട്, ചെയ്യുമെന്ന് പറഞ്ഞതായ കാര്യങ്ങളൊക്കെയും ചെയ്യുകയും ചെയ്യും. പാസ്റ്റർ മഹേഷ്, കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരുന്നതായ സമയത്ത് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി, നിങ്ങൾ എന്നിൽ വസിപ്പിൻ. മുന്തിരിവള്ളിയുടെ ഉപമയൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞത്, നിങ്ങൾ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു അത്രമാത്രം വ്യക്തമായി തൻ്റെ ശിഷ്യന്മാരോട് യേശു ക്രിസ്തുവിൽ വസിക്കുവാൻ തക്കവണ്ണം ആവശ്യപ്പെട്ടത്? ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് യേശുക്രിസ്തു പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും പിതാവ് തോട്ടക്കാരനും. അപ്പോൾ ആ പിതാവിൻ്റെയും പുത്രൻ്റെയും സൃഷ്ടികളായിരിക്കുന്ന നമ്മൾ ആ ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയിൽ വസിച്ചെങ്കിൽ മാത്രമേ ആ ക്രിസ്തുവിൽ നിന്നുള്ള ഫലങ്ങൾ നമ്മളിലും പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു ആകുന്ന മുന്തിരിവള്ളി നമ്മളാകുന്ന കൊമ്പുകളിൽ വസിക്കുമ്പോഴാണ് ആ മുന്തിരിവള്ളിയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും, നമുക്ക് ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മളിലാകുമ്പോൾ നമ്മൾ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുമെന്ന് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു. അപ്പോൾ ക്രിസ്തു നമ്മളിൽ വസിക്കുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്തു ആകുന്ന മുന്തിരിവള്ളി നമ്മളാകുന്ന കൊമ്പുകളിൽ വസിക്കുമ്പോൾ നമ്മൾ ഫലം പുറപ്പെടുവിക്കും, ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുമെന്ന് കാണുവാൻ സാധിക്കും.
ഇനി വെളിപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം നേരത്തെ പറഞ്ഞു, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും, ഞാൻ ജയിച്ച് എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ എന്നാണ് പറയുന്നത്. ഇവിടെ ക്രിസ്തു ആകുന്ന മുന്തിരിവള്ളി കൊമ്പുകളാകുന്ന നമ്മളിൽ വസിക്കുമ്പോൾ ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും നമ്മൾ വിജയം ഉള്ളവരായി തീരുകയും ചെയ്യും. അങ്ങനെ വിജയിക്കുന്നതായിട്ടുള്ള നമുക്ക് ആ ക്രിസ്തുവിനോടൊപ്പം പിതാവായ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ക്രിസ്തു വിജയിച്ചിരുന്നത് പോലെ ആ ക്രിസ്തു നമ്മളെയും ക്രിസ്തുവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതിന് വേണ്ടി വരം നൽകിയിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാരോട് വ്യക്തമായി പറഞ്ഞതായ ചില കാര്യങ്ങൾ പിന്നത്തേതിൽ വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണശേഷം എഴുതപ്പെട്ടതായ പുസ്തകങ്ങളിലും ആവർത്തിക്കപ്പെടുന്നുണ്ട്. കാരണം ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് മോദാവിൽ പറഞ്ഞ കാര്യം യോഹന്നാൻ ദർശനത്തിലൂടെ അത് പ്രാപിച്ച് ദൈവമക്കളാകുന്ന നമുക്ക് എഴുതി നൽകിയിരിക്കുന്നതിൻ്റെ സദുദ്ദേശമെന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞതായ എല്ലാ കാര്യങ്ങളും അത് അന്വർത്ഥമാകുവാൻ തക്കോണം പോവുകയാണ്. ക്രിസ്തുവിൽ വസിക്കുന്നവർക്ക് മാത്രമേ ദൈവരാജ്യം അവകാശമാക്കുവാൻ തക്കോണം സാധിക്കുകയുള്ളൂ എന്നുള്ളതായ ഒരു വ്യക്തമായ ഒരു ആഹ്വാനം കൂടെയാണ് നമുക്ക് ഇതിലൂടെ കാണുവാൻ തക്കോണം സാധിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിൽ വസിക്കുക, കർത്താവ് യേശു ക്രിസ്തുവിനെ വിലയ്ക്ക് വാങ്ങുക, നമ്മുടെ പാപബന്ധങ്ങളെല്ലാം വിട്ട് യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധി നാം ധരിക്കുക എന്നുള്ളതൊക്കെ ഇത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുന്നിടത്തോളം കാലം നമുക്കത് അനിവാര്യമാണ്. നമുക്കൊരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ രാജു, കർത്താവ് യേശു ക്രിസ്തുവിൽ വസിക്കുന്നതിനെ കുറിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിൽ വസിക്കുന്നതിലൂടെ നമുക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്ത് പ്രയോജനമാണ് ലഭിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. അത് ദൈവവുമായിട്ടുള്ളൊരു കവനൻ്റൽ റിലേഷനാണ്, അഥവാ നിയമപരമായിട്ട് ഒരു ബന്ധം. ആ നിയമപരമായിട്ടുള്ളൊരു ബന്ധമെന്ന് നാം ഉദ്ദേശിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവനാണെങ്കിൽ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മാത്രമേ ദൈവത്തെ സ്നേഹിക്കുവാൻ പറ്റുകയുള്ളൂ. ആ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ഇവിടെ നാം ആദ്യം പ്രതിപാദിച്ച അതേ കാര്യം തന്നെയാണ് വീണ്ടും എടുത്തു പറയേണ്ടത്. മുന്തിരിവള്ളിക്ക് കൊമ്പുകളിൽ വസിക്കണമെങ്കിൽ കൊമ്പുകൾ അതപ്പെട്ട പാവപ്പെട്ട ഒരു അനുഭവത്തിലായിത്തീരണം. എങ്കിൽ മാത്രമേ അത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. ആ ഫലപ്രാപ്തി ഉണ്ടാകാൻ വേണ്ടിയാണ് നാം എപ്പോഴും ക്രിസ്തുവിനോട് കൂടിയായി തീരേണ്ടത്. ആ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് പ്രഭവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ചുമ്മാ അങ്ങനെ സ്നേഹിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിർവ്യാജ സ്നേഹത്തിൻ്റെ ഉടമയാണ് ദൈവം എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്നേഹിക്കാൻ പറ്റിയില്ല. അതിൻ്റെ കണ്ടീഷനാണ് ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് അനുസൃതമായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും ദൈവസ്നേഹത്തിൽ വസിക്കുക എന്ന് പറയുന്നത് വെറുതെ നമ്മളിങ്ങനെ ബോർഡ് എഴുതി വെച്ചുകൊണ്ട് നടന്നാൽ മാത്രം പോരാ. അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ അംഗീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. പാസ്റ്റർ മഹേഷ്, കർത്താവ് യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകാം എന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. യേശു എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നത്? എന്തിനാണ് നൽകുന്നത്? ഇവിടെ ഗ്രന്ഥകർത്താവ് പറയുന്നതായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് ഈ കൊമ്പ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ സഭയുടെ അവസ്ഥ നോക്കുമ്പോൾ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ലാത്തതായിട്ടുള്ളൊരവസ്ഥ. അതായത് കൊമ്പുകൾ എന്ന് പറഞ്ഞാൽ ഡ്രൈ ആയിരിക്കുന്നു, അല്ലെങ്കിൽ ഉണങ്ങിയതായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും ഊർജ്ജസ്വലമായിരിക്കുന്ന അല്ലെങ്കിൽ പച്ചയായിട്ടുള്ള കൊമ്പുകളായി മാറണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റേതായിട്ടുള്ള പ്രവർത്തനം അത്യന്താപേക്ഷിതമാണ്. നമ്മൾ തിരുവചനത്തിലൂടെ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. നമ്മൾ ക്രിസ്തുവിൽ വസിക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു, നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരങ്ങളായി തീരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിച്ചു തുടങ്ങുമ്പോൾ ആത്മാവിൻ്റെ ഫലം നമ്മൾ പുറപ്പെടുവിക്കുവാൻ തുടങ്ങും. അങ്ങനെ ആത്മാവിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവിച്ച് വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഗിഫ്റ്റ് ഓഫ് പ്രോഫസി, ആത്മാവിൻ്റെ ദാനങ്ങളെ, വരങ്ങളെ ദൈവം നമുക്ക് നൽകും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് ശക്തി പ്രാപിക്കുവാനും പുതുക്കം പ്രാപിക്കുവാനും നമുക്ക് ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിച്ചുകൊണ്ട് ആ ക്രിസ്തുവിനെ ഉയർത്തി മറ്റുള്ളവരിലേക്ക് കാണിച്ചു കൊടുക്കുവാനും സാധിക്കും. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിൽ ഉണ്ടാകുന്നതിലൂടെ ഉണ്ടാകുന്നതായിട്ടുള്ള കാര്യങ്ങൾ. പാസ്റ്റർ, പരിശുദ്ധാത്മാവ് നമ്മിൽ ഇടപെടുമ്പോൾ, നാം പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നതായ മാറ്റങ്ങൾ എന്താണ്? നമുക്ക് എന്താണ് മെച്ചമായിട്ട് ലഭിക്കുന്നത്?
പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധാത്മാവ് വേദപുസ്തകം പറയുന്നത് നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധം വരുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഒരു മനുഷ്യനെ, അഥവാ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലായിട്ട് നമ്മൾ കാണുകയല്ല. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് ദൈവമാണ്. അപ്പോൾ ആ ദൈവിക സാന്നിധ്യം ക്രിസ്തു ഈ ഭൂമിയിൽ തൻ്റെ ശുശ്രൂഷയ്ക്ക് ശേഷം പോകുന്ന സമയത്ത് പറയുകയാണ്, ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് നൽകുകയാണ്. ആ കാര്യസ്ഥന എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാം ദൈവമാണ്. ആ ദൈവത്തിൻ്റെ വഴിയിൽ നാം ഓരോരുത്തരും നടക്കുമ്പോൾ അതിന് ചില കൃത്യതയോടുകൂടി നാം നടക്കണം. ഒന്ന്, നാം സത്യത്തിൽ നടക്കുന്നവരായിരിക്കണം. രണ്ടാമത് നാം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും കർത്താവെന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് നമ്മുടെ ആശ്വാസദായകനാണ്. നമ്മെ ഓരോരുത്തരെയും എന്താണ് പ്രവർത്തിക്കേണ്ടത്, എന്താണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ക്രിസ്തുവിനെ നമുക്ക് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത സമയത്ത് അത് എങ്ങനെയാണ് എന്ന് വെളിപ്പെടുത്തി തരികയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. പിന്നെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് എന്ന ദൈവം നമ്മെ ഓരോരുത്തരെയും ഓരോ ദിവസവും നയിക്കുമ്പോൾ ആ വഴിയിൽ തന്നെയാണ് നാം പോകുന്നത് എന്നുകൂടി ഉറപ്പ് വരുത്തുന്ന ഒരനുഭവമാണ് പരിശുദ്ധാത്മാവിൽ കൂടി നമുക്ക് ലഭിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ അതിന് വശംവദരാകാതെ വരും. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിനെ നാം പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാതെ നമ്മുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ സ്വാർത്ഥ ചിന്തകൾക്ക് വശംവദരാകുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? പരിശുദ്ധാത്മാവിനെ നമുക്ക് നടത്തപ്പെടുന്നു എന്ന് പറയുവാൻ കഴിയില്ല പരിശുദ്ധാത്മാവിനാൽ. അതുകൊണ്ട് ഓർത്തിരിക്കേണ്ടത്, പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും നീതിബോധമുള്ളവരാക്കി ഓരോ ദിവസവും ദൈവകൽപ്പനയ്ക്ക് അനുസൃതമായി മുൻപോട്ട് ജീവിപ്പാൻ ഇടം നൽകും എന്നുള്ളതാണ്. അതിനായിട്ടാണ് നാം ഓരോരുത്തരും ശ്രമിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത്. പരിശുദ്ധാത്മാവ് നമ്മിൽ വരുമ്പോൾ വാസ്തവമായി നമ്മെ ലോകർ അറിയും എന്നാണ് കർത്താവായ യേശുക്രിസ്തു തന്നെ പറയുന്നത്. കാരണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മിൽ വരുമ്പോൾ നാം വാസ്തവമായി കർത്താവായ യേശുക്രിസ്തു എങ്ങനെ പ്രവർത്തിച്ചുവോ അപ്രകാരം പ്രവർത്തിക്കും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഈ നമ്മുടെ വ്യക്തിത്വത്തെ നാം പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മിൽ നിരന്തരമായി പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടോ, അതോ നമ്മുടെ ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നാം പരിശുദ്ധാത്മാവിനെ അറിഞ്ഞിട്ടുള്ളവരാണോ എന്ന് പോലും സംശയിക്കേണ്ടതായ അവസ്ഥയിലേക്ക് വരികയാണ്. വാസ്തവത്തിൽ ഇന്നത്തെ ഈ ആഴ്ചത്തെ പാഠം നാം പഠിക്കുമ്പോൾ നമ്മുടെ ഒരു റിയാലിറ്റി ചെക്ക്, നമ്മുടെ യഥാർത്ഥ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്നതായ ഒരു പാഠം കൂടെയാണ്. തീർച്ചയായിട്ടും ദൈവമക്കൾ ഇത് പഠിച്ച് പരിശുദ്ധാത്മാ നിറവുള്ളവരായി കർത്താവ് യേശുക്രിസ്തു ലവോദിക്ക സഭയോട് പറഞ്ഞതുപോലെ കർത്താവിൽ നിന്ന് ഇവയെല്ലാം വിലയ്ക്ക് വാങ്ങുവാനും ആ വില അത് വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി ക്രിസ്തുവിനെ മുറുകെ പിടിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പാഠം ചർച്ച ചെയ്യുവാൻ കടന്നു വന്നതായ പാസ്റ്റർ രാജുവിനെ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. പാസ്റ്റർ മഹേഷ്, താങ്ക് യു. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, കർത്താവ് യേശു ക്രിസ്തുവിൽ വസിക്കുക, തൻ്റെ ആത്മാവ് നമ്മിൽ നിരന്തരമായി വസിപ്പിക്കുവാൻ നാം ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഈ ആഴ്ചത്തെ പാഠത്തിൽ നമ്മോട് വ്യക്തമായി പറയുന്നു. നാം കുറവുള്ളവരാണ്, നമ്മിൽ കുറവുകൾ ഒട്ടനവധിയുണ്ട്. എന്നാൽ ആ കുറവുകളൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഭരമേൽപ്പിച്ച് ക്രിസ്തുവിൻ്റെ നീതിയിൻ വസ്ത്രം ധരിച്ച് നാം ക്രിസ്തുവിൻ്റെ പങ്കാളികളായി ജീവിക്കുവാൻ ദൈവം നമ്മെ ഇന്ന് ആഹ്വാനം ചെയ്യുകയാണ്. ഞങ്ങളോടൊപ്പം പാഠം പഠിച്ചതായ നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കും. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങൾ പഠിച്ചതായ പാഠത്തെ പോലെ അങ്ങയുടെ ആത്മാവ് ഞങ്ങളോട് നിരന്തരം ഉണ്ടാകുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ക്രിസ്തു വരുവോളം ഈ ഭൂമിയിൽ അങ്ങയുടെ ആത്മാവുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. പാഠം ചർച്ച ചെയ്തതായ പാസ്റ്റർമാരെയും പഠിച്ചതായ ദൈവമക്കളെയും ദൈവം അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവിൻ്റെ വരവിൽ ഞങ്ങൾ ഒരുമിച്ച് കാണുവാൻ സഹായിക്കണം. യേശുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ.